ചിറ്റൂർ വടുതലയിൽ നടന്ന കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർത്താവിന്റെ കുടുംബമെന്ന് ആരോപണം. ഭർത്താവിന്റെ കുടുംബത്തിന്റെ കുറ്റപ്പെടുത്തലാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുറിപ്പിൽ പറയുന്നു. അന്വേഷണം നടത്തിവരികയാണെന്ന് സെൻട്രൽ ACP സി പ്രേമാനന്ദകൃഷ്ണൻ പറയുന്നു. അബ്ദുൾ റഹീം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അബ്ദുൾ റഹീം, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? രുചീഷ്, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ 5 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിലവിൽ പ്രാഥമിക നിഗമനം. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടിയുടെ അടക്കം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പ് ACP അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് വരികയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആത്മഹത്യാ കുറിപ്പ് പോലീസിന് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ആത്മഹത്യക്ക് കാരണം ഭർത്താവിന്റെ കുടുംബമാണ് എന്നുള്ളതാണ്. കാരണം ഈ അശ്വതിയുടെ ഭർത്താവ് 2 മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ്. ഇവരുമായി ബന്ധപ്പെട്ട് ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും പിന്നീട് ഈ ആത്മഹത്യക്ക് ശേഷം അശ്വതിയുടെ അമ്മയും മക്കളുമായി കൊച്ചിയിലേക്ക് വരികയായിരുന്നു. അശ്വതിയുടെ കുട്ടിയുടെ ചികിത്സാർത്ഥമാണ് ഇവിടെ വീടെടുത്ത് താമസം തുടങ്ങിയതെന്നുള്ളതാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ആത്മഹത്യക്ക് കാരണം ഭർത്താവിന്റെ കുടുംബം ആണെന്നുള്ളതാണ്. ഈ അശ്വതിയുടെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഈ ഭർത്താവിന്റെ കുടുംബം കാര്യമായി തന്നെ അശ്വതിയെയും കുടുംബത്തെയും ചില കുറ്റപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതിൽ മനംനൊന്താണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഈ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് ACP കൂടിയായിട്ടുള്ള സി പ്രേമാനന്ദകൃഷ്ണൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും നിലവിൽ മൃതദേഹങ്ങൾ വീടിനകത്ത് തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. 2 കുട്ടികളെ കട്ടിലിലും അതോടൊപ്പം ഒരു മൂത്ത കുട്ടിയെ തറയിലുമാണ് മരത്തിൽ കണ്ടെത്തിയത്. അശ്വതിയുടെ അമ്മ ശ്രീകുമാരിയും തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു മൃതദേഹം കണ്ടെത്തിയെന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി പുറത്തേക്ക് കണ്ടിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൾ റഹീം, ഇത്തരത്തിൽ വടുതലയിൽ കണ്ടെത്തിയ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇതിൽ അശ്വതിയുടെ ഭർത്താവിനെ സംശയിക്കുകയാണ്. ആ തരത്തിലാണ് കുറിപ്പ് വന്നത് എന്നാണ് പോലീസ് പറയുന്നത്.